ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പരിപ്പും മോരും ഒന്നും ചേർക്കാണ്ട് ഉഗ്രൻ ടേസ്റ്റിൽ തന്നെയുള്ള ഒരു കുമ്പളങ്ങ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 100 ഗ്രാം കുമ്പളങ്ങയാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് നാളികേരം ചിരണ്ടിയതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ദാ ഇതേ പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, എന്നാൽ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് വറുത്തിടുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉഗ്രൻ ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.